ആമിനയെ സന്ദർശിച്ച ശേഷം മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞ കാര്യങ്ങൾ, ഒപ്പം ആ കുടുംബത്തിന്റെ ആവശ്യം. രണ്ട് വർഷത്തോളമായി ആമിന മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള സെന്ററിലെത്തിയിട്ടാണ് ആമിനയെ മന്ത്രി ബിന്ദു സന്ദർശിക്കുന്നത്. അതിനുശേഷം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഈ അഷ്കറിനെതിരെ നിരവധി കേസുകളും പരാതികളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിലൊക്കെ സമഗ്രമായ അന്വേഷണം വേണം. അതിനായി ഒരു പ്രത്യേക സംഘത്തെ നിയമിക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണും എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർക്കുള്ള ചികിത്സാ സഹായം സംബന്ധിച്ചാണ്. ഏകദേശം 2 വർഷത്തിലേറെയായി ചികിത്സയിൽ തുടരുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് ഇവർക്ക് ഇതുകൊണ്ട് വന്നിരിക്കുന്നത്. ചികിത്സയ്ക്കായി വൻ തുക ചെലവായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ചികിത്സ സർക്കാർ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും. അതിനായി ആരോഗ്യവകുപ്പ് മന്ത്രിയായി സംസാരിക്കും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കുടുംബത്തിന് സർക്കാരിൻ്റെ എല്ലാവിധ സഹായവും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം മന്ത്രിയുടെ പ്രതിനിധിക്ക് ശേഷമാണ് ഈ ആമിനയുടെ അച്ഛൻ ഷെരീഫ് സംസാരിക്കുന്നത്. അപ്പോഴാണ് ഒരു ഗുരുതരമായ ആരോപണം അഷ്കറിനെതിരെ ഉന്നയിക്കുന്നത്. ഈ ആമിനയുടെ സഹോദരൻ ഷെരീഫിൻ്റെ മകൻ 15 വയസ്സുള്ള മുഹമ്മദ് ഏകദേശം ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു. മുങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരുന്നത്. ഈ മരണത്തിലും അഷ്കറിന് പങ്കുണ്ടെന്നുള്ള കാര്യം സംശയിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും എന്നുള്ള ഒരു കാര്യമാണ്, അത് പ്രതീക്ഷയാണ് ഷെരീഫ് പങ്കുവെക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് ചികിത്സയ്ക്കായി ആവശ്യമായിട്ടുള്ള സഹായം അദ്ദേഹം സർക്കാരിനോട്, മിനിസ്റ്ററോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്.